ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വചന വിചിന്തന ഭാഗം എന്ന് പറയുന്നത് ലൂക്കാ 10-ാമത്തെ അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. രണ്ട് കഥാപാത്രങ്ങളാണ് അവിടെ കാണുക, മർത്ത, മറിയം. അവരുടെ സ്വഭാവ പ്രത്യേകതകൾ. ലൂക്കാ 10-ാമത്തെ അധ്യായം 40-ാമത്തെ വചനം പറയുന്നു, മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ വ്യഗ്രചിത്തയായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അവളുടെ ചിന്ത അനേക കാര്യങ്ങളെക്കുറിച്ചാണ്, പലവിധ കാര്യങ്ങളാണ്. അത് അവളെ നയിച്ചത് ലൂക്കാ 10:41 പറയുന്നു, മർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കും. അവൾക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നു, അവൾ അസ്വസ്ഥയാകുന്നു. ലൂക്കാ 10:41 തന്നെ വീണ്ടും വചനം നമ്മളെ സൂചിപ്പിക്കുന്നത്, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നാണ്. പരാതിയാണ് അവൾ. ചെയ്യുന്ന പ്രവൃത്തിയിൽ തൃപ്തിയില്ല, സന്തോഷമില്ല. മർത്താസ് ഹോസ്പിറ്റാലിറ്റി ഈസ് വാല്യുബിൾ, ബട്ട് വിത്തൗട്ട് ലവ് ആൻഡ് പീസ് ഇറ്റ് ബിക്കംസ് ആങ്ഷ്യസ് ടോയ്. അവൾക്ക് സമാധാനവും സന്തോഷമില്ല, പൂർണ്ണ സ്നേഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവൾ മാറുകയാണ്. വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്. ഫിലിപ്പിയ 4:6 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട എന്നാണ് പറയുന്നത്. ഹാവ് നോ ആങ്സൈറ്റി അബൌട്ട് എനിത്തിങ്. ഇവിടുത്തെ പുതിയ പഠനം പറയുന്നത് 8-1 പേർക്ക് മാനസികമായ പിരിമുറുക്കം ഉണ്ടെന്നാണ്. ചികിത്സയ്ക്ക് വരുന്നവരിൽ 80% പേർക്കും മാനസികമായ സമ്മർദ്ദമുള്ളവരാണ്. ഉത്കണ്ഠ, ആകുലത, ആശങ്കയുള്ളവരാണ് നമ്മളിൽ പലരും. കുഞ്ഞു കുട്ടികൾക്ക് പോലും അവർക്ക് ടെൻഷൻ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് വചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അത് 1 പത്രോസ് 5:6 പറയുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നാണ് പറയുന്നത്. എൻട്രസ്റ്റ് വറീസ് ടു ഗാഡ്. ട്രസ്റ്റ് ഗാഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് കൺസ്യൂംഡ് ബൈ വറീസ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും കർത്താവിനെ നമ്മൾ ഭരമേൽപ്പിക്കുവിൻ, അവിടെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മളിനി മറിയത്തിലേക്ക് കടന്നു വരികയാണ്. മറിയത്തെക്കുറിച്ച് ലൂക്കാ 10:42 ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ പറയുന്നത്, ഒരു കാര്യം മാത്രമേ, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നാണ്. ചൂസിങ് ദ ബെറ്റർ പാർട്ട്. എന്താണ് മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം? പ്ലേസിങ് ക്രൈസ്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഹെർ ലൈഫ്. അവളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് കർത്താവ് മാറുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കർത്താവിലാണ് പൂർണ്ണമായ അവളുടെ ആശ്രയം. അതുകൊണ്ട് അവളുടെ 3 പ്രത്യേകത നമുക്ക് കാണാം. ഷി ലവ്ഡ് ക്രൈസ്റ്റ് ഹോൾ ഹാർട്ടഡ്ലി, ഷി ബിലീവ്ഡ് ഇൻ ക്രൈസ്റ്റ് ഡീപ്ലി, ഷി സറണ്ടേർഡ് ടു ക്രൈസ്റ്റ് കംപ്ലീറ്റ്ലി. അവൾ ആത്യന്തികമായി കർത്താവിനെ സ്നേഹിച്ചു. അവൾ പൂർണ്ണമായും ആഴത്തിൽ കർത്താവിൽ വിശ്വസിച്ചു. അവൾ പൂർണ്ണമായും കർത്താവിന് തന്നെ സമർപ്പിച്ചു, ശരണപ്പെട്ടു എന്നുള്ളതാണ്. ഈ മറിയം ഈ നല്ല ഭാഗം തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ രണ്ടാമതായിട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. സിറ്റിംഗ് അറ്റ് ദ ഫീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ലിസണിങ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം ശ്രവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്? യോഹന്നാൻ 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ്. എന്നാണെങ്കിൽ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായിട്ട് മാറി. കൊളോസ്യർക്കാർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായം 16 കർത്താവിൻ്റെ തിരുവചനം പറയുന്നുണ്ട്, വചനം നിങ്ങളിൽ സമൃദ്ധമായിട്ട് വസിക്കട്ടെ എന്നാണ്. ഇറ്റ് ഷുഡ് പെനട്രേറ്റ് അവർ വേർഡ്സ്, ആക്ഷൻസ്, തോട്ട്സ്, ക്യാരക്ടർ ആൻഡ് ഹാർട്ട്. നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഹൃദയത്തിലും ദൈവ അധിഷ്ഠിതമായ വചനാധിഷ്ഠിതമായൊരു നിറവുണ്ടായിരിക്കണം.
ക്രിസ്തു നിറഞ്ഞവരായിട്ട് നമ്മൾ മാറാം. അങ്ങനെ ക്രിസ്തു നിറഞ്ഞവരായിട്ട് നമ്മൾ മാറുമ്പോൾ വീണ്ടും വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്, നമ്മൾ സമൃദ്ധമായിട്ട് വസിക്കുകയാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നുണ്ട്. അതാണ് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അടുത്ത അനുഗ്രഹം. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നുമാണ്. അല്ലെങ്കിൽ വിശ്വാസത്തിലൊരു ആഴപ്പെടലാണ്. നമുക്ക് മറിയത്തെ പോലെ ഒരു നല്ല ഭാഗം തിരഞ്ഞെടുക്കാം. ചൂസിങ് ദ ബെറ്റർ പാർട്ട്. എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട നല്ല ഭാഗം? കർത്താവിൻ്റെ കൂടെയായിരിക്കുക, വചനം വായിക്കുക, വചനം കേൾക്കുക, വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുക, അങ്ങനെ ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായിട്ട് മാറ്റുക, ക്രിസ്തുവിൽ ആത്യന്തികമായി ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവിൽ ആഴത്തിൽ വിശ്വസിക്കുക, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.